Good evening, dear students. ഇപ്പോൾ ലാസ്റ്റ് ഡേ നമ്മുടെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം നമ്മുടെ ട്രെൻഡ് അനാലിസിസ് വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഇൻ ദിസ് വീഡിയോ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് പാസ്റ്റ് 2 അറ്റംപ്റ്റ്സിൽ പുതിയ സിലബസ് വന്നതിന് ശേഷം എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ് ലോ എന്ന് പറയുന്ന ഒരു പേപ്പർ അവർ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്, മാർക്സ് ഒക്കെ എങ്ങനെയാണ് മാർക്സ് എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസിന് അലോട്ട് ചെയ്തേക്കുന്നത്, ഓരോ ചാപ്റ്റേഴ്സിന് എങ്ങനെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്, ഓൾ ദാറ്റ് we'll be discussing in the trend analysis video along with few important topics, also certain things that has to be kept in mind. കുട്ടികളുടെ ജനറലി വരുന്ന കൺസേൺസ് അബൌട്ട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ടോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ഈ ട്രെൻഡ് അനാലിസിസ് വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സ്റ്റാർട്ടിങ് വിത്ത് ദ ഫസ്റ്റ് യൂഷ്വൽ ചോദിക്കുന്ന ഒരു ഫസ്റ്റ് കൺസേൺ ആണ് സ്റ്റുഡൻസ്, ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ടോ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും on the left side of the screen nathu September 2024 ൽ വന്ന ക്വസ്റ്റ്യൻസും റൈറ്റ് സൈഡിൽ June 2024 ൽ വന്ന ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യൻ നമ്പർ 1 to ക്വസ്റ്റ്യൻ നമ്പർ 6. അപ്പം അതിനകത്ത് ഗ്രീനിൽ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന എല്ലാം റിപ്പീറ്റഡ് ആണ്. അതായത് ഈവൻ ദോ June 2024 ആ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ഏരിയ ഒരു കോൺസെപ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിലും സെയിം ക്വസ്റ്റ്യൻസ് ആർ റിപ്പീറ്റഡ് ഫോർ September 2024. അപ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല June 2024 വന്നതുകൊണ്ട് September 2024 വന്നിട്ടില്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. സിമിലർലി September 2024 വന്നിട്ടുള്ളതുകൊണ്ട് Jan 2025 വരില്ല, വി കനോട്ട് സേ. കുട്ടികൾക്ക് എപ്പോഴുള്ള കൺസേൺ അല്ലേ, തൊട്ട് പ്രീവിയസ് അറ്റംപ്റ്റ് വന്നു അതുകൊണ്ട് ഈ അറ്റംപ്റ്റ് വരില്ലായിരിക്കും. വി കനോട്ട് സേ ലൈക്ക് ദാറ്റ്. സോ ടു മേക്ക് എ ക്ലാരിറ്റി റിഗാർഡിംഗ് ദാറ്റ് ഞാനത് ഗ്രീനിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ June 2024 ചോദിച്ച അതേ ഏരിയയിൽ നിന്ന് തന്നെ വീണ്ടും അവർ September 2024 ചോദിച്ചിട്ടുണ്ട്. സോ ദർ ആർ ഹയർ ചാൻസസ് ക്വസ്റ്റ്യൻസ് ക്യാൻ ഗെറ്റ് റിപ്പീറ്റഡ്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എക്സാക്ട്ലി 100 മാർക്സോ അതുപോലെ തന്നെ വരും നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് യെസ്, അറ്റ്ലീസ്റ്റ് 20-25 മാർക്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മേ ബി they will repeat that from the very same area. They could repeat from the very same area. So 20-25 marks ഒരു ചെറിയ മാർക്സ് അല്ല. 20 മാർക്സ് എന്ന് പറയുന്നതൊക്കെ നല്ല വലിയ മാർക്ക്, 3 or 4 മാർക്സ് എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓർ ക്വസ്റ്റൻ ഒക്കെ വെച്ച് നോക്കാം. 20 മാർക്സ് ഒക്കെ സെയിം കോൺസെപ്റ്റിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 80 മാർക്സ് നമുക്ക് കിഡിലുമായിട്ട് എഴുതാൻ വേണ്ടി പറ്റണം. സോ അതുകൊണ്ട് ക്വസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരാം. സോ ദ ഫസ്റ്റ് കൺസേൺ എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു കൺസേൺ ആണ്, ക്വസ്റ്റൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ടോ. സെക്കൻഡ് തിങ്, എങ്ങനെയാണ് പൊതുവെ മാർക്സിൻ്റെ വെയിറ്റേജ് വരാറ്. അതായത് ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലൊക്കെ പറയാറുണ്ട് ഇത് 7 മാർക്സ്, മാർക്ക് ദിസ് ഫോർ 7 മാർക്സ്, മാർക്ക് ദിസ് ഫോർ 5 മാർക്ക് ക്വസ്റ്റൻ. പക്ഷേ ആ അറ്റംപ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് 2 മാർക്സിനോ 3 മാർക്സിനോ ആയിരിക്കും വരിക. നോ ഐ ഗിവ് യു ക്ലിയർ ക്ലാരിറ്റി റിഗാർഡിങ് ഇറ്റ്. നിങ്ങൾ ആ ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഞാനത് സൂം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ September 2024 വെയിറ്റേജ് നിങ്ങൾ നോക്കുവാണെങ്കിൽ എല്ലാം തന്നെ 3 to 4 വളരെ 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 ചുരുക്കമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് അവർ 7 മാർക്സോ 6 മാർക്സിനോ പ്ലേസ് ചെയ്തിട്ടുള്ളൂ. ഇഫ് യു സി താഴോട്ട് നമ്മൾ വരാൻ നേരത്ത് ടൈപ്സ് ഓഫ് ലോ എന്ന് പറഞ്ഞിട്ട് IRF ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും ദേ പുട്ട് 6 മാർക്സ്, റൈറ്റ്സ് ഓഫ് എ ബെയിലർ, ഡ്യൂട്ടീസ് ഓഫ് എ പോണി ദേ പുട്ട് ഫോർ 6 മാർക്സ് ആൻഡ് 7 മാർക്സിന് dissolution by the court. Apart from that, all other questions, if you see, majority questions are 3 marks, 2 marks, പിന്നെ 4 മാർക്സ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ എപ്പോഴും ഇതേ ടൈപ്പ് ഓഫ്, ഇപ്പോൾ ലെറ്റസ് ടേക്ക് എൻ എക്സാമ്പിൾ ഓഫ് ഒരേ കോൺസെപ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്നു, അവിടെ തന്നെ നമുക്കൊരു വേരിയേഷൻ ഓഫ് മാർക്സ് കാണാം. ആൻഡ് ദെൻ ഐ ക്ലാരിഫൈ ഫ്യൂ അതർ തിങ്സ്. അതായത് September 2024 OPC എന്ന് ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഇറ്റ് ഇസ് ഓൺലി 4 മാർക്സ്. ഓക്കെ, നൗ ഇഫ് യു സീ ദ സെയിം OPC കോൺസെപ്റ്റ് June 2024 വന്ന സമയത്ത് ഇറ്റ് ഇസ് എ 7 മാർക്ക് ക്വസ്റ്റ്യൻ. സോ നമ്മൾ എന്തുകൊണ്ടാണ് ക്ലാസ്സിൽ ഇത് 7 എന്ന് പറയുന്നത്, 7 മാർക്സ് വരെ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 6 മാർക്സ് വരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ് ടു 6 മാർക്സ്, അപ് ടു 7 മാർക്സ്. സോ 7 മാർക്സ് വരെ പോകാം എന്നാണ്. ചിലപ്പോൾ അവർ 7 മാർക്സിന് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും, ചിലപ്പം അതേ കോൺസെപ്റ്റ് തന്നെ 3 മാർക്കോ 4 മാർക്കോ അവർ കട്ട് ഷോട്ട് ചെയ്യും. നോ, ഇഫ് യു ആക്ച്വലി ഗോ റെഫർ, നമ്മൾ സജസ്റ്റഡ് ആൻസർ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡഡ് ആണ്. യു ക്യാൻ ഗോ വാച്ച് ദാറ്റ് ഇൻ ദ III's മലയാളം CA യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ആ വീഡിയോ ഓൾറെഡി റെക്കോർഡഡ് ആണ്. അതിനകത്ത് ഞാൻ ഡിസ്കസ് ചെയ്തതിനകത്ത് OPCയുടെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ മതി. ഇറ്റ് ഇസ് നോട്ട് എ സ്മോൾ ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ വെരി ഡീറ്റെയിൽ ക്വസ്റ്റ്യൻ. റൂൾ 3യുടെ പ്രൊവിഷൻസ് വളരെ ക്ലിയർ ആയിട്ട് എഴുതുകയും വേണം. അത്രയും എഴുതി അനാലിസിസ് നടത്തി കൺക്ലൂഷൻ നടത്തുമ്പോൾ മാത്രമേ നമുക്ക് 4 മാർക്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ സ്റ്റുഡൻസ് എപ്പോഴും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഇത്ര എഴുതണോ, ഇത്ര എഴുതിയാൽ മതിയോ? എടാ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ക്വാണ്ടിറ്റി, ഇറ്റ്സ് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ദി ആൻസർ. നല്ല ക്വാളിറ്റിയോടുകൂടി ആൻസർ വരണം. അതായത് ഒരു പ്രൊവിഷൻ ചോദിക്കുമ്പോൾ ജസ്റ്റ് 1 4 മാർക്കല്ലേ ഉള്ളൂ, ഒരു 1 or 2 ലൈൻ കൊടുത്ത് ചെയ്ത് അനാലിസിസ് കൺക്ലൂഡ് ചെയ്ത് അങ്ങനെ കൺക്ലൂഷൻ കൊടുത്തിട്ട് ആൻസർ തീർത്തേക്കാം. നോ, വാട്ട് എവർ ഇസ് എ ക്വസ്റ്റ്യൻ എന്താണോ ചോദിച്ചേക്കുന്നത് അതിനെപ്പറ്റി എന്തൊക്കെ പ്രൊവിഷൻസ് ആണോ ആ
റെലവൻറ്റ് സെക്ഷൻ പറയുന്നത് യു വിൽ ഹാവ് ടു ക്ലിയർലി എക്സ്പ്ലെയിൻ ദിസ്. കാരണം ഇതേ ക്വസ്റ്റ്യൻ 7 മാർക്സിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. സോ അത് 7 മാർക്സ് ആയതുകൊണ്ടല്ലേ ഞങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതണ്ട. അല്ല, നോ, ദിസ് ഇസ് എ കേസ് ബേസ്ഡ് ക്വസ്റ്റൻ. സെപ്റ്റംബർ 24 വരാത്ത ദാറ്റ്സ് എ കേസ് ബേസ്ഡ് ക്വസ്റ്റൻ. സോ ആ കേസിനെ റിലേറ്റ് ചെയ്യുന്ന അതിന് റെലവൻറ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് എന്താണോ അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. മൊത്തം ഓഫീസിൻ്റെ പ്രൊവിഷൻ എഴുതാനല്ല ഞാൻ പറയുന്നത്. വാട്ട് എവർ ഇസ് ദാറ്റ് റെലവൻറ്റ് പ്രൊവിഷൻ റിലേറ്റഡ് ടു ദാറ്റ് പെർട്ടിക്കുലർ കേസ് അത് എഴുതണം. എന്നിട്ട് അതൊരു കേസ് ബേസ്ഡ് ക്വസ്റ്റൻ ആയതുകൊണ്ട് നമ്മൾ അനാലിസിസ് കൊടുക്കണം. എന്നിട്ടേ നമുക്ക് കൺക്ലൂഷനിലോട്ട് എത്താൻ പറ്റുള്ളൂ. സോ നെവർ തിങ്ക് ലൈക്ക് 2 മാർക്സ് അല്ലെ 2 ലൈനോ 3 ലൈനും കൊണ്ട് നമുക്ക് അതിനെ കൺക്ലൂഡ് ചെയ്യാം. ചിലപ്പോൾ പ്രൊവിഷൻ 2 ലൈനോ 3 ലൈനോ കാണുള്ളൂ. ദെൻ ഇറ്റ്സ് ഓക്കെ. അല്ല, കുറച്ചും കൂടെ എഴുതാനായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പ്രസൻറ്റ് ചെയ്ത് ഇരിക്കണം. സോ ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. കാരണം അത് റിപ്പീറ്റ് ചെയ്തതിനെ ബേസ് ചെയ്ത് തന്നെ ഞാൻ കമ്പയർ ചെയ്ത് കാണിക്കുവാണ്. 7 മാർക്സിന് ചോദിച്ചു, ദെൻ ഇവിടെ വന്ന സമയത്ത് അതൊരു കേസ് ബേസ് ക്വസ്റ്റൻ ആയിട്ട് 4 മാർക്സ് ആയിട്ട് കുറഞ്ഞു. പക്ഷേ കുറച്ചധികം തന്നെ എഴുതാനായിട്ടുണ്ട്. എങ്കിൽ മാത്രം നമുക്ക് 4 മാർക്സ് കിട്ടുള്ളൂ. സോ സെക്കൻഡ് കൺസേൺ ആണ്. നൗ ദ തേർഡ് പാർട്ട് വാട്ട് വി ആർ ഗോയിങ് ടു ഗെറ്റ് ക്ലിയർഡ് ഇസ് എങ്ങനെയാണ് ക്വസ്റ്റൻസ് വന്നേക്കുന്നത്. ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് നമുക്ക് വിടാൻ പറ്റുമോ? ഇപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടും സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റും ആണ് സ്ഥിരം അങ്ങനത്തെ ഒരു ഡൗട്ട് എൻ്റെ അടുത്ത് വരാറ്. പേഴ്സണലി എനിക്ക് മെസ്സേജൊക്കെ വരാൻ നേരത്തെ ഐ പേഴ്സണലി ഹിയർ ഡൗട്ട്സ് ലൈക്ക് ഞാൻ ഈ യൂണിറ്റ് വിട്ടോട്ടെ. സി, വി ക്യാൻ നെവർ പ്രെഡിക്റ്റ് ആൻഡ് സേ ആ യൂണിറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ വരില്ല. കാരണം പണ്ടത്തെക്കാളിലും ഒരു +3 യൂണിറ്റ്സും കൂടെ വന്നിട്ടുണ്ട്. സ്പെഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ട് അവർ 3 യൂണിറ്റ്സും കൂടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്റ്റിനകത്തോട്ട് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ മറ്റെന്ന് പറഞ്ഞാൽ മറ്റിടത്തും പ്രെഡിക്റ്റബിൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നല്ല. പക്ഷേ ഇറ്റ് വാസ് കുറച്ചും കൂടി ഈസിയർ. അതായത് എന്തായാലും റിപ്പീറ്റഡ് ആയിട്ട് കുറച്ച് ഏരിയ ഇപ്പോൾ ജോയിൻറ്റ് പ്രോമിസ്, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, അതിൻ്റെ കമ്പ്യൂട്ടേഷൻ, അപ്പോൾ ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യേണ്ട കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. നൗ സ്പെഷ്യൽ കോൺട്രാക്ട് വിച്ച് വാസ് പാർട്ട് ഓഫ് യുവർ ഇൻ്റർമീഡിയറ്റ്, പണ്ടത്തെ ഇൻ്റർമീഡിയറ്റ്, അതിപ്പോൾ നിങ്ങളുടെ ഫൗണ്ടേഷൻ ലെവലിനകത്തോട്ട് ആഡ് ചെയ്ത് വന്നതുകൊണ്ട് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് കൂടി. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ടൈം ടേബിൾ നിങ്ങളുടെ 60 ഡേ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റഡി പ്ലാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതിനകത്ത് ഒരു PDF നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഇത്ര വെയിറ്റേജ്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിന് ഇത്ര വെയിറ്റേജ്, കമ്പനീസ് ആക്ടിന് ഇത്ര വെയിറ്റേജ്, അങ്ങനെ ഓരോ യൂണിറ്റ്സിൻ്റെയും വെയിറ്റേജ് ഞാൻ പറയുന്നുണ്ട്. അവിടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ചാപ്റ്റർ വൈസ് ആയിട്ട് അവർ പറയണില്ല. ഓൾ വാട്ട് ദേ ആർ സെയിങ് ഇസ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഇത്ര മാർക്ക് വരും, ടോട്ടൽ ഇത്ര പെർസെൻറ്റേജ് വരും. സോ അതിന് എത്ര യൂണിറ്റ്സ് ഉണ്ട്, ഓരോ യൂണിറ്റിൽ നിന്ന് എത്ര വരുമോ നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സ്പെസിഫിക് യൂണിറ്റ് വിടാനായിട്ട് ഞാൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യില്ല. കാരണം നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജൂൺ 2024 വന്ന സമയത്ത് അവർ കൂടുതലും സ്പെഷ്യൽ കോൺട്രാക്റ്റ് ഫോക്കസ് ചെയ്തു. ആൻഡ് വെൻ ദേ കെയിം ടു സെപ്റ്റംബർ 2024 ദേ ഗേവ് എ ലിറ്റിൽ മോർ വെയിറ്റേജ് ടു ഓൾ. പണ്ടേ ഉണ്ടായിരുന്ന കുറച്ച് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് യൂണിറ്റ്സ് ഉണ്ട്, അതിലോട്ട് കൊടുത്തു. നൗ JAN' 2025 ഇറ്റ് കുഡ് ബി എ മിക്സ് ഓഫ് ബോത്ത്. അല്ല, അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേതുപോലെ സ്പെഷ്യൽ കോൺട്രാക്ട് വേണമെങ്കിൽ മാത്രം ഫോക്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾഡ് പണ്ടുണ്ടായിരുന്ന ചാപ്റ്റേഴ്സ് എന്തൊക്കെയാണോ ദേ ക്യാൻ ഫോക്കസ് ഓൺ ദാറ്റ് അലോൺ. അപ്പോൾ ദാറ്റ് ഇസ് അഗെയിൻ നോട്ട് പ്രഡിക്റ്റബിൾ. സോ എപ്പോഴും ചോദിക്കുന്ന ഡൗട്ടിനകത്ത് ഒരു ക്ലാരിറ്റി തരുവാണ്. പ്ലീസ് ഡോണ്ട് സ്കിപ്പ് എനി പെർട്ടിക്കുലർ ചാപ്റ്റർ. ഇപ്പോൾ ഐ നോ ദ നമ്പർ ഓഫ് ഡേയ്സ് ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഓൾറെഡി ഇന്ന് തന്നെ ഇഫ് യു ലുക്ക് വളരെ കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ. ജസ്റ്റ് റീഡ് ത്രൂ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. ഇനി നിങ്ങൾക്ക് അതും പറ്റുന്നില്ലെങ്കിൽ ഞാനൊരു അഡ്വൈസ് നിങ്ങൾക്ക് തരാം. നമ്മുടെ അഗെയിൻ ഇതിനകത്ത് യൂട്യൂബ് ചാനലിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം ഒരു മാരത്തോൺ വീഡിയോ അപ്ലോഡഡ് ആണ്. ആ മാരത്തോൺ വീഡിയോ നിങ്ങൾ പോയി കണ്ടുവച്ചാൽ മതി. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, പാർട്ട്ണർഷിപ്പ്, എല്ലാ യൂണിറ്റ്സ് നിന്നും AAA ഒരു മാരത്തോൺ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വായിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഗോ വാച്ച് ദ മാരത്തോൺ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം അതിനകത്ത് ഫാക്കൽറ്റി പറയുന്ന ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ കംപ്ലീറ്റ് യൂണിറ്റ് വിടുന്നതിന് പകരം ആ ഒരു മാരത്തോണിനകത്ത് ചില ഏരിയസ് ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദിസ് ഇസ് എ വെരി കോംപ്ലിക്കേറ്റഡ് ഏരിയ, അത് കുറച്ചും കൂടെ ചിലപ്പോൾ സിംപിളറായിട്ട് പെട്ടെന്ന് മാരത്തോണിൽ പറഞ്ഞു തരുന്നുണ്ടാകും. സോ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവാത്തൊരു കാര്യം എക്സാം അടുത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പഠിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യാനും പറ്റും. സോ യു വിൽ സ്റ്റഡി ഇറ്റ് ലിറ്റിൽ മോർ ഫാസ്റ്റർ. മറ്റേത് ടൈം ഉണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ കുറച്ചൊന്ന് ഡിലേഡ് ആക്കും. യു ക്യാൻ സ്റ്റഡി ലിറ്റിൽ ഫാസ്റ്റർ. സോ എന്തെങ്കിലുമൊക്കെ തലയിലുണ്ടാവും. സോ ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പം റാദർ ദൻ ലീവിങ് ഇറ്റ് യു ക്യാൻ ഗിവ് എൻ അറ്റംപ്റ്റ്. അപ്പോൾ അത് ചെയ്യുക. സോ ഡോണ്ട് ലീവ് എനി പെർട്ടിക്കുലർ യൂണിറ്റ്. കാരണം 2 വർഷത്തെയും ട്രെൻഡ് നോക്കുമ്പോൾ സെപ്റ്റംബർ 2024 ആൻഡ് ജൂൺ 2024 രണ്ടിൻ്റെയും കൂടെ നമ്മൾ ട്രെൻഡ് നോക്കുമ്പോൾ ദർ ഇസ് ആക്ച്വലി എ മിക്സ്. ജൂൺ 2024 പ്രയോറിറ്റി ഫോർ സ്പെഷ്യൽ കോൺട്രാക്ട്സ് പോയിട്ടുണ്ട്. ഇവിടെ സെപ്റ്റംബർ 2024 പോയിട്ടില്ല എന്നല്ല, ബട്ട് സ്റ്റിൽ പഴയ യൂണിറ്റ്സിനും അവിടെ പ്രയോറിറ്റൈസ് അവർ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സംഭവം ഭയങ്കര ക്ലിയർ ആയിരിക്കണം. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിനകത്ത് ആകെ 4 യൂണിറ്റേ ഉള്ളൂ. ആ ഓരോ യൂണിറ്റിൽ നിന്നും ഒരു സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, നല്ലപോലെ ഉണ്ട്. പിന്നെ ചില വെരി വെരി ഇമ്പോർട്ടൻറ്റ് വാട്ട് ഐ ഫീൽ ഫോർ ദിസ് attempt I'll again discuss. I cannot guarantee that 100% a question varum, but still we feel there are higher chances questions ചോദിക്കാൻ. Okay, let's just start with the question number 1 itself. Start here. Now
കുറേ ക്വസ്റ്റ്യൻസ് യു ക്യാൻ സി ഫിക്സ്ഡ് പോലെ യൂണിറ്റ്സിൽ നിന്ന് അവർ 2 അറ്റംപ്റ്റും അവർ നോക്കിയിട്ടുണ്ട്. സോ സെയിം തിങ് ക്യാൻ മേ ഗെറ്റ് റിപ്പീറ്റഡ്, അല്ലെങ്കിൽ ചിലപ്പോൾ ട്രെൻഡ് മാറിയേക്കാം. ബട്ട് വി ഫീൽ അത് തന്നെ ആയിരിക്കും, അവർ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് അത് തന്നെ ആയിരിക്കും. നമുക്ക് നോക്കുവാണെങ്കിൽ റൈറ്റ് ഫ്രം ക്വസ്റ്റ്യൻ നമ്പർ 1, ഇഫ് യു സി ക്വസ്റ്റ്യൻ നമ്പർ 1-നകത്ത് ചാപ്റ്റർ 2 എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ്. അതിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഇഫ് യു സി ദർ ആർ 3 ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് സെപ്റ്റംബർ 2024. അപ്പോൾ ചാപ്റ്റർ 1-ൽ നിന്ന് ക്വസ്റ്റ്യൻ നമ്പർ 1-ൽ നിന്ന് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് വന്നിട്ടുണ്ട്. പിന്നെ 2 ക്വസ്റ്റ്യൻ ഫ്രം കമ്പനീസ് ആക്ട് വന്നിട്ടുണ്ട് ആൻഡ് 1 ക്വസ്റ്റ്യൻ ഫ്രം പാർട്ട്ണർഷിപ്പ് വന്നിട്ടുണ്ട്. സോ അവർ ഫോക്കസ് ചെയ്തേക്കുന്ന യൂണിറ്റ്സുകൾ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1-നകത്ത് ഇറ്റ് വാസ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ഇറ്റ് വാസ് കമ്പനീസ് ആക്ട്, ഇറ്റ് വാസ് പാർട്ട്ണർഷിപ്പ്. സെയിം ട്രെൻഡാണ് അവർ ജൂൺ 2024-ലും ഫോളോ ചെയ്തേക്കുന്നത്. ഇഫ് യു സി ചാപ്റ്റർ 2 വിച്ച് ഇസ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു. നിങ്ങൾ നോക്കുമ്പം ഐ എം ടെല്ലിങ് ഇവിടെ ഈ സെപ്റ്റംബർ 2024 അവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്സ് ഭയങ്കരമായിട്ട് അവർ കുറച്ചു, എന്നിട്ട് ക്വസ്റ്റ്യൻസ് അതിനനുസരിച്ച് കൂട്ടുകയും ചെയ്തു. When you come to June 2024, you cannot see അത്രയും ക്വസ്റ്റ്യൻസ്. ഈ ലെഫ്റ്റ് സൈഡിൽ എത്ര ക്വസ്റ്റ്യൻസ് അവർ സെപ്റ്റംബർ 2024 ചോദിച്ചേക്കുന്നത് നോക്കൂ. സോ മെനി ക്വസ്റ്റ്യൻസ്. അത്രയും ക്വസ്റ്റ്യൻസ് എവിടെ വന്നിട്ടില്ല, ജൂൺ 2024 വന്നിട്ടില്ല. ബിക്കോസ് അവിടെ മാർക്സ് ഭയങ്കര കൂടുതലാണ്. 7 മാർക്സ്, 6, 7, 4, 3. 4 and 3 ഭയങ്കര കുറവും, 7 and 6 നല്ല കൂടുതലുമാണ്. സോ മാർക്സ് ഭയങ്കര കൂടുതലുള്ളതുകൊണ്ട് ക്വസ്റ്റ്യൻസ് അതിനനുസരിച്ച് കുറവാണ്. സോ ഇഫ് യു സി ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ആയിക്കോട്ടെ, സെക്ഷൻ 126, 128, 142, 143 ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് അവർ ഫ്രെയിം ചെയ്തു, 7 മാർക്സ് കൊടുത്തു. അതിന് പകരം സെപ്റ്റംബറിൽ വന്ന സമയത്ത് അവർ എന്ത് ചെയ്തു, 3 ക്വസ്റ്റ്യൻ ആയിട്ട് അതിനെ സബ് ഡിവൈഡ് ചെയ്തു. 3 ക്വസ്റ്റ്യൻ, അതായത് 3, 2, 2. അപ്പോൾ അത്രയും എഴുതണം, ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ആൻസർ എഴുതിയാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. സോ ഇഫ് യു കമ്പയർ ജൂൺ 2024 ആൻഡ് സെപ്റ്റംബർ 2024, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഭയങ്കര കൂടുതലായിരുന്നു. പക്ഷേ കുറേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ സെപ്റ്റംബർ 2024. ദ ഓൺലി പ്രോബ്ലം വാസ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലായിരുന്നു, കുട്ടികൾക്ക് ഓൺ ടൈം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. മാർക്സിൻ്റെ വെയിറ്റേജ് ഭയങ്കര കുറവല്ലേ, അതുകൊണ്ട്. ബട്ട് ട്രെൻഡ് റിമെയിൻസ് സെയിം. അതായത് സെപ്റ്റംബർ 2024-ലും ഇറ്റ് വാസ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആൻഡ് ജൂൺ 2024-ല് ഇറ്റ് വാസ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, കമ്പനീസ് ആക്ട് ആൻഡ് പാർട്ട്ണർഷിപ്പ്. സെയിം ട്രെൻഡ്. ജസ്റ്റ് സെറ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവാണ്. വൈ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ഇസ് ലെസ്? ബിക്കോസ് മാർക്സ് ഭയങ്കര കൂടുതലാണ്. ലുക്ക് ഇൻ ടു ദ മാർക്സ്. 7, 7, 6 അങ്ങനെയാണ് വന്നേക്കണം. സോ രണ്ടും സെയിം ട്രെൻഡാണ് ഫോളോ ചെയ്തേക്കുന്നത്. സോ പ്ലീസ് ടേക്ക് ഡൗൺ ദാറ്റ് ചാപ്റ്റേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 1 അവർ ഫോക്കസ് ചെയ്തേക്കുന്ന യൂണിറ്റ്സ്. ഓക്കെ, നൗ coming to the next one, that is question number 2. Question number 2 അവർ ഏതൊക്കെ യൂണിറ്റ്സാണ് ഫോക്കസ് ചെയ്തേക്കുന്നത് നോക്കിയേ. 2 ക്വസ്റ്റ്യൻ ഫ്രം സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, 1 ക്വസ്റ്റ്യൻ ഫ്രം കമ്പനീസ് ആക്ട്, പിന്നെ ദേവ് ആസ്ക്ഡ് ഫ്രം LLP, then ദേവ് ആസ്ക്ഡ് ഫ്രം LLP. സോ അവർ ഫോക്കസ് ചെയ്തേക്കുന്ന യൂണിറ്റ്സ് നിങ്ങൾക്ക് നോക്കാം. ഐ ഹോപ്പ് യു ക്യാൻ സീ ദ സ്ക്രീൻ. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഉണ്ട്, കമ്പനീസ് ആക്ട് ഉണ്ട്, LLP ഉണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. ഇഫ് യു സീ, it is Sale of Goods Act, it is Company and it is LLP. Just that marks ഇതിനകത്ത് കൂടുതലാണ് June 2024. So please make a note. It is Sale of Goods Act, Companies and LLP. ഈ 3 യൂണിറ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ നമ്പർ 2 പോയേക്കുന്നത്. നൗ കമ്മിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 3. ഇതെല്ലാം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സോ റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം കമ്പൽസറിയിൽ ഈ ക്വസ്റ്റ്യൻ ഒക്കെ വന്നേക്കാം. കാരണം 2 അറ്റംപ്റ്റും അവർ അങ്ങനെയല്ല ട്രെൻഡ് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഈ 2 അറ്റംപ്റ്റും ഇങ്ങനെയാണ് വന്നേക്കുന്നത്. സോ കമ്പൽസറിയിൽ ഈ ക്വസ്റ്റ്യൻ ഒക്കെ വന്നേക്കാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 2 ഇങ്ങനെ തന്നെ റിപ്പീറ്റഡ് ആകും എന്നല്ല, പക്ഷേ ദർ ആർ ഹയർ ചാൻസസ്. ഓക്കെ, സോ പ്ലീസ് മേക്ക് എ നോട്ട് ഓഫ് ഇറ്റ്. നോ ക്വസ്റ്റ്യൻ നമ്പർ 3 വരാൻ അവർ ഏതൊക്കെ യൂണിറ്റ്സാണ് നോക്കിക്കേ. അവർ ഫോക്കസ് ചെയ്തേക്കുന്ന യൂണിറ്റ്സ് പാർട്ട്ണർഷിപ്പിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് പാർട്ട്ണർഷിപ്പ് 3 ക്വസ്റ്റ്യൻ. പിന്നെ എഗെയിൻ 2 ക്വസ്റ്റ്യൻ ഫ്രം കമ്പനീസ് ആക്ട്, 2 ക്വസ്റ്റ്യൻ ഫ്രം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. സോ പാർട്ട്ണർഷിപ്പ് വന്നിട്ടുണ്ട്, കമ്പനി വന്നിട്ടുണ്ട് ആൻഡ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് മറ്റേടത്തും വന്നേക്കുന്നത്. ഇഫ് യു സി, പാർട്ട്ണർഷിപ്പ് വന്നിട്ടുണ്ട്, കമ്പനി വന്നിട്ടുണ്ട്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് വന്നിട്ടുണ്ട്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സി സെയിം രീതിയിലാണ്. സോ അണ്ടിൽ ക്വസ്റ്റ്യൻ നമ്പർ 4 ഇഫ് യു സി, അവർ ആ എടുത്തേക്കുന്ന ചാപ്റ്റേഴ്സ് വരെ സെയിം ആണ്. ഇറ്റ് ഈസ് one is partnership, the other one is company and the third one is Indian contract act. September 2024 അങ്ങനെ തന്നെ പോയി, June 2024 അങ്ങനെ തന്നെ പോയി. സോ റൈറ്റ് ഫ്രം ക്വസ്റ്റ്യൻ നമ്പർ 1 ടു ക്വസ്റ്റ്യൻ നമ്പർ 4 അവർ പിക്കപ്പ് ചെയ്തേക്കുന്ന യൂണിറ്റ്സ് ആണ്. സി അവിടെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടോ, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ജൂൺ 2024 ചോദിച്ചാൽ അതേ യൂണിറ്റിൽ നിന്ന് തന്നെ സെപ്റ്റംബർ 2024 ചോദിക്കും. വി കനോട്ട് സി, കാരണം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനകത്ത് തന്നെ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്. അവർക്ക് ഏത് ചാപ്റ്റർ വേണമെങ്കിലും അതിനകത്ത് ചൂസ് ചെയ്യാം. സ്പെഷ്യൽ കോൺട്രാക്ട് വേണമെങ്കിൽ എടുക്കാം, അല്ലെ പണ്ട് തന്നെ ഉണ്ടായിരുന്ന കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്, അതവർക്ക് പിക്കപ്പ് ചെയ്യാം. വി ക്യാൻ നെവർ സേ. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 ടു ക്വസ്റ്റ്യൻ നമ്പർ 4 ഇറ്റ് റിമെയിൻസ് എ സെയിം. എഴുതി എടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് പോസ് ദ വീഡിയോ, ബാക്കിലോട്ട് പോയിട്ട് ഒന്നുകൂടെ നിങ്ങൾക്ക് നോക്കാം.
Okay, question number 3 വരെ അങ്ങനെ വന്നു. I said question number 4, sorry. Question number 3 വരെ വന്നു. Even question number 4 സെയിം പാറ്റേൺ ആണ്. Question number 4 ലോട്ട് പോകുന്ന നേരത്ത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് ആൻഡ് IRF. So it is Indian Contract Act, Negotiable Instruments Act and IRF. മൂന്ന് കാര്യങ്ങളാണ് വന്നേക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയും വരുന്നുണ്ട് കേട്ടോ. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ജസ്റ്റ് ഷഫിൾ ചെയ്തു എന്നേ ഉള്ളൂ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്, IRF. So just compare and see. ഇവിടം വരെ ഒരു മാറ്റവും ഇല്ല. Question number 1 until question number 4, it's the same pattern. Going to question number 5. Question number 5 ലോട്ട് പോകാൻ നേരത്തും you can see it is not sale or return basis. It is not chapter 7. It is chapter 3 itself. That is Sale of Goods Act കേട്ടോ. Chapter 3 ആണ്. Chapter 7 അല്ല കേട്ടോ. So it is Sale of Goods Act, it is Partnership, it is Indian Contract Act. ഇവിടെയും അങ്ങനെ തന്നെയാണ് വരിക. It is Sale of Goods Act, it is Partnership and it is Indian Contract Act. സെയിം പോലെ തന്നെ ഇവിടെയും പോയിട്ടുണ്ട്. ചാപ്റ്റർ 3, ചാപ്റ്റർ 4, ചാപ്റ്റർ 2. സോ എഗെയിൻ ക്വസ്റ്റ്യൻ നമ്പർ 5 വരെ ദ പാറ്റേൺ റിമെയിൻസ് സെയിം. എന്താണ് ഈ പാറ്റേൺ കൊണ്ട് പറയുന്നത്? whatever units that they have picked for each question. Question number 1 ഏതൊക്കെ യൂണിറ്റ് വന്നിട്ടുണ്ട് അതേപോലെ ആ സെയിം യൂണിറ്റ്സ് എന്ന് പറയുന്നത് ചാപ്റ്റേഴ്സ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനകത്ത് ഒത്തിരി ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറഞ്ഞ യൂണിറ്റ് എടുത്തു, അതേ ആ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് തന്നെയായിരിക്കും ഒരു ക്വസ്റ്റ്യൻ നമ്പർ 3 ക്വസ്റ്റ്യൻ നമ്പർ 3 ഫോർ സെപ്റ്റംബർ 2024 ആൻഡ് ജൂൺ 2024 പ്ലേസ് ചെയ്തേക്കുന്നത്. സോ യൂണിറ്റ്സ് നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം. സോ എല്ലായിടത്തും എന്ത് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ടച്ച് പോകുന്നുണ്ട്, അതുപോലെ തന്നെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. കാരണം അത് രണ്ടിനും കൂടെ 50% മാർക്സ് വരുന്നുണ്ട്. ഇൻക്ലൂഡിംഗ് ദ ഓർ ക്വസ്റ്റ്യൻ വരാത്ത 50% മാർക്ക് ഫോർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് വരുന്നുണ്ട്. ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 6, അവിടെ എന്തൊക്കെ വരുന്നുണ്ട്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് വരുന്നുണ്ട്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് വരുന്നുണ്ട്, ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് വരുന്നുണ്ട്. സോ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് വരുന്നുണ്ട്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് വരുന്നുണ്ട്, ആൻഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് വരുന്നുണ്ട്. സെയിം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആൻഡ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് മൂന്നും അവർ സെയിം ഒരേ പാറ്റേണിലാണ് അവർ ഫോളോ ചെയ്ത് പോയേക്കുന്നത്. സോ റൈറ്റ് ഫ്രം ക്വസ്റ്റ്യൻ നമ്പർ 1 ടു ക്വസ്റ്റ്യൻ നമ്പർ 6 ഈച്ച് ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്റേഴ്സ്, അതായത് സെപ്റ്റംബർ 2024 അവർ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എടുത്തു ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 6. അതുപോലെ തന്നെ എഗെയിൻ ജൂൺ 2024 ഇഫ് യു സി ക്വസ്റ്റ്യൻ നമ്പർ 6 അവർ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ നിന്ന് ക്വസ്റ്റൻസ് പിക്കപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്ന് ക്വസ്റ്റൻസ് പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. സോ ആ ട്രെൻഡ് റിമെയിൻസ് സെയിം. സെപ്റ്റംബർ 2024 ആൻഡ് ജൂൺ 2024 അവർ ഓരോ യൂണിറ്റ്സ് എടുത്തേക്കുന്നത് സെയിം ആയിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. സോ അതേപോലെ തന്നെ ജാൻ 2025 വരാം. 100% വരുമെന്ന് വി ക്യാൻ നെവർ ഗ്യാരണ്ടി, ബട്ട് യെസ് ദർ ആർ ചാൻസസ് they might repeat the same pattern. Now ഇതിനകത്തുനിന്ന് എനിക്കൊരു ഹിൻറ്റ് തരാൻ പറ്റുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടോ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടോ വിടുന്നതിൽ റിസ്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം. കാരണം എല്ലാ ക്വസ്റ്റ്യൻസിനകത്തും അവർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടും സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടും അവർ ഇടയ്ക്കിടയ്ക്ക് കയറ്റുന്നുണ്ട്. നൗ സെപ്റ്റംബർ 2024 സജസ്റ്റഡ് ആൻസർ കണ്ട കുട്ടികൾക്ക് മനസ്സിലാവും. ഇപ്പോൾ യൂണിറ്റ് 2 വിടുമായിരുന്നു നിങ്ങൾ വിചാരിക്കുക. യൂണിറ്റ് 2 വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു യൂണിറ്റാണ്. അവിടെ അവർ തുടക്കത്തിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, പിന്നെ ടുവേർഡ്സ് എൻഡ് ആവുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. വൺ വാസ് എ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ, ദി അതർ വൺ വാസ് എ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ. സോ ആ ഒരൊറ്റ യൂണിറ്റ് വിട്ടിട്ട് പോകുവാണെങ്കിൽ എത്ര മാർക്ക് പോയേനെ സെപ്റ്റംബർ 2024 വി കെൻ നെവർ പ്രെഡിക്റ്റ്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു സ്പെസിഫിക് യൂണിറ്റ് വിട്ടിട്ട് പോകരുത്, ഭയങ്കര റിസ്കിയറാണ്. സോ ആ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഐ ഹോപ്പ് ദറ്റ്സ് ക്ലിയർ. നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് പാർട്ട്, അതായത് കൂടുതൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ് എന്നൊക്കെ പറഞ്ഞ് എന്നോട് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. എനിക്ക് അങ്ങനെ 100% പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയും, ഡോണ്ട് ലീവ് എനി പെർട്ടിക്കുലർ ചാപ്റ്റർ, ഇറ്റ്സ് വെരി റിസ്കിയർ. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ബേസിസിൽ നിങ്ങൾ വിട്ടിട്ട് പോയി അൺഫോർച്ചുനേറ്റ്ലി ആ അറ്റംപ്റ്റിൽ അവർ ആ ഒരു യൂണിറ്റിൽ നിന്ന് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റൻ ഇട്ടാൽ ഇറ്റ്സ് വെരി റിസ്കിയർ, റൈറ്റ്? നമ്മൾ അത്രയും നാളിട്ട് എഫേർട്ട് വെറുതെ പോവാണ്. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത്. ബട്ട് സ്റ്റിൽ ചിലത് വിച്ച് ഐ ഫീൽ ഇമ്പോർട്ടൻറ്റ് യു ക്യാൻ പ്രയോറിറ്റൈസ്. ആദ്യം അത് റിവൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങൾക്ക് വയ്ക്കാം. കമ്മിങ് ടു ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഏജൻസി എന്ന് പറയുന്ന ചാപ്റ്റർ സ്പെഷ്യൽ കോൺട്രാക്റ്റിനകത്ത് ഫസ്റ്റ് നിങ്ങൾ റിവൈസ് ചെയ്തോളൂ. ഏജൻസി എന്ന് പറയുന്ന ചാപ്റ്റർ, അതിനകത്ത് സബ് ഏജൻറ്റ്, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ്, ഏജൻറ്റ് പേഴ്സണലി ബിക്കമിങ് ലയബിൾ, അങ്ങനെ കുറച്ച് കേസസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്കൊന്ന് ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് നല്ലതാണ്. ഏജൻസിക്കകത്ത് ബാക്കി വിടണം എന്നല്ല, പക്ഷേ ഏജൻസി യൂണിറ്റ് ആദ്യം സ്പെഷ്യൽ കോൺട്രാക്റ്റിനകത്ത്, സ്പെഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ 3 യൂണിറ്റിനകത്ത് ആദ്യം ഏജൻസി റിവൈസ് ചെയ്യുക, ബെയിൽമെന്റ് ആൻഡ് പ്ലെഡ്ജ്, ആൻഡ് ദെൻ കം ടു ഇൻഡെമിനിറ്റി ആൻഡ് ഗ്യാരണ്ടി. ഓക്കെ, ഇങ്ങനെ പോയച്ചാൽ മതി. ഏജൻസി,
bailment and pledge, and then indemnity and guarantee. Now why I'm specifically starting with special contract, കാരണം സ്പെഷ്യൽ കോൺട്രാക്റ്റ് അല്ലേ പുതിയതായിട്ട് ആഡ് ചെയ്ത 3 ടോപ്പിക്സ്. അപ്പോൾ June 24 അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത്. സോ Jan 25 കുറച്ചും കൂടെ അവർക്ക് വേണം മിക്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ പോലും സ്പെഷ്യൽ കോൺട്രാക്ട് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ചാൻസ് ഇല്ലേ. അപ്പോൾ ഏജൻസിക്കകത്ത് സബ് ഏജൻറ്റ്, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് പേഴ്സണലി ബിക്കമിങ് ലയബിൾ, ഏജൻസി കപ്പിൾഡ് വിത്ത് ഇൻട്രസ്റ്റ്, ആ ഒരു ഏരിയയൊക്കെ ഒന്ന് നോക്കുന്നത് പ്രയോറിറ്റൈസ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ നമ്മുടെ ബെയിൽമെൻറ്റ് ആൻഡ് പ്ലെഡ്ജ് എന്ന് പറയുന്ന ചാപ്റ്റർ റിവൈസ് ചെയ്തതിന് ശേഷം യു ക്യാൻ കം ആൻഡ് റിവൈസ് ദ ഇൻഡെമിനിറ്റി ആൻഡ് ഗ്യാരണ്ടി ഏരിയ. അപ്പോൾ അതിനകത്ത് കുറച്ച് കേസ് ബേസ്ഡ് ഏരിയാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കേസ് ബേസ്ഡ് ഏരിയാസ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, ഇനിയും നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ ടൈം ഇല്ലെങ്കിൽ ഇല്ലസ്ട്രേഷൻസ് ജസ്റ്റ് ഒന്ന് വായിച്ച് വിടുക. ഇൻഡെമിനിറ്റി ഗ്യാരണ്ടി ആയിക്കോട്ടെ, ബെയിൽമെൻറ്റ് ആൻഡ് പ്ലെഡ്ജ് ആയിക്കോട്ടെ, ഏജൻസി ആയിക്കോട്ടെ, ഇല്ലസ്ട്രേഷൻസ് എന്തൊക്കെ ഇല്ലസ്ട്രേഷൻസ് നമ്മുടെ ICയുടെ മെറ്റീരിയലിനകത്ത് കൊടുത്തിട്ടുണ്ടോ, ജസ്റ്റ് ഗോ ത്രൂ ദോസ് ചാപ്റ്റേഴ്സ്. നൗ കമ്മിങ് ടു ദി അതർ ചാപ്റ്റേഴ്സ്, ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിനകത്ത് അവർ ഒരു ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് നടന്നു, അല്ലെങ്കിൽ ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് നടന്നു. അവിടെ നിങ്ങളോട് ലോസ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ടുള്ള, അതായത് ഓർഡിനറി ഡാമേജ്, സ്പെഷ്യൽ ഡാമേജ്, അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്ത് ഒരു കമ്പ്യൂട്ടേഷൻ ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതായത് എത്ര ലോസ് നിങ്ങൾ കൊടുക്കണം, സ്പെഷ്യൽ ഡാമേജ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വർക്ക് ബുക്കിൽ കിടപ്പുണ്ട്, അത് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈവൻ യുവർ ICയുടെ മെറ്റീരിയലിനകത്തൊരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട് എൻ്റെ ഓർമ്മയിൽ. സോ ആ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ ചെയ്യണം, അതായത് ലോസ് കമ്പ്യൂട്ട് ചെയ്യുന്നതിന് ബേസിസിൽ. പിന്നെ നമുക്ക് ജോയിൻറ്റ് പ്രോമിസ് കൊടുക്കുന്ന ഏരിയ 42, 43, 44, 45 ആ ഒരു ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയയും കൂടെ നിങ്ങൾ നോക്കണം. പിന്നെ സൂപ്പർ മീനിങ് ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, അതൊന്ന് ഫോക്കസ് ചെയ്യണം. പിന്നെ കമ്മിങ് ടു ദ ഫസ്റ്റ് ചാപ്റ്റർ, കോൺട്രാക്ട്സ് വാലിഡ് ആണോ, വോയിഡ് ആണോ, വോയിഡബിൾ ആണോ, ആ ഒരു ഏരിയയിൽ നിങ്ങൾ കുറച്ചും കൂടെ ഫോക്കസ് കൊടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം കൊയേഷൻ ചോദിച്ചു, റിപ്പീറ്റഡ് ആവില്ല എന്നൊന്നുമല്ല, ബട്ട് സ്റ്റിൽ ഐ എം ടെല്ലിങ് യു, അവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഏരിയ ഡിഫറൻസ് ബിറ്റ്വീൻസ് നോക്കാം. അതുപോലെ മിസ്റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഫ്രോഡിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കാം. ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ കോസി കോൺട്രാക്റ്റിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു, ബട്ട് കോസി കോൺട്രാക്റ്റിനകത്ത് പല സർക്കംസ്റ്റാൻസസ് ഉണ്ട്, അത് നോക്കാം. അതിലും കണ്ടിജൻസി കോൺട്രാക്റ്റ് നിങ്ങൾക്ക് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടിജൻ ആൻഡ് വേഗറിങ് നോക്കാം. കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ എന്താ നോക്കാം. ഫ്യൂ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എം സെയിം. സോ അതൊക്കെ ഒന്ന് നിങ്ങൾ റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നോ കമ്മിങ് ടു ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, ഓപ്ഷൻ സെയിലിൻ്റെ ഏരിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എപ്പോഴാണ് ബ്രീച്ച് ഓഫ് കണ്ടീഷനെ ബ്രീച്ച് ഓഫ് വാറണ്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ഇംപ്ലൈഡ് കണ്ടീഷൻസിനകത്ത് സെയിൽ ബൈ സാമ്പിൾ, സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ, സെയിൽ ആസ് ടു ക്വാളിറ്റി ഓർ ഫിറ്റ്നസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്, അത് നല്ലപോലെ നോക്കണം. ഇംപ്ലൈഡ് വാറണ്ടീസ് ഏതൊക്കെയാണ് അതും നോക്കണം. പിന്നെ നമ്മുടെ സെയിൽ ഓർ റിട്ടേൺ അപ്രൂവൽ ബേസിസിന് സെക്ഷൻ 24 അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ സജസ്റ്റഡ് ആൻസർ ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞിരുന്നു, അത് നല്ലപോലെ നോക്കണം. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിനകത്ത് ഇങ്ങനെയാണ് കുറച്ച് ഏരിയാസ്, ബാക്കിയൊന്നും വിടണമെന്നല്ല. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അൺപെയ്ഡ് സെല്ലറിൻ്റെ കേസിൽ ബയറിൻ്റെ റൈറ്റ് എന്തൊക്കെയാണ്, എപ്പോഴും സെല്ലറിൻ്റെ റൈറ്റിനെ പറ്റിയിട്ടാണ് പറയാറ്. അപ്പോൾ ബയറിൻ്റെ റൈറ്റ് എന്തൊക്കെയാണ് അതൊന്ന് നോക്കുന്നത് നല്ലതാണ്. ബയറിന് എന്തൊക്കെ, എപ്പോഴും നമ്മൾ പറയും സെല്ലറിന് റൈറ്റ് അഗെയിൻസ്റ്റ് ഗുഡ്സ് കിട്ടും, റൈറ്റ് അഗെയിൻസ്റ്റ് ബയർ കിട്ടും. അതുപോലെ ബയറിന് എന്തൊക്കെ റൈറ്റ് കിട്ടും, ബയറിൻ്റെ കണ്ടെക്സ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കുറേ തവണ ചോദിച്ചിട്ടുള്ള, അപ്പോൾ അതൊന്ന് നോക്കിക്കോണം. പിന്നെ നമ്മുടെ സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു, അതുകൊണ്ട് ചോദിക്കാം. നമ്മൾ ആ സജസ്റ്റഡ് ആൻസർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റും. സോ അതെനിക്ക് അത്രയും അങ്ങ് പ്രയോറിറ്റൈസ് ചെയ്ത് പറയുന്നില്ല. ദെൻ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എനിക്ക് അത്രയാണ് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഒരു ഏരിയ. ബയർ, പിന്നെ കവേറ്റംറ്റർ എന്തായാലും ഇംപ്ലൈഡ് കണ്ടീഷൻ, ഇംപ്ലൈഡ് വാറണ്ടി പഠിക്കുമ്പോൾ തന്നെ കവേറ്റംറ്റർ വന്നോളും. സോ അന്നേലും കവേറ്റംറ്ററിനെ ബേസ് ചെയ്തൊന്ന് നോക്കുക. പിന്നെ ഒരു മാക്സിം കൊടുത്തിട്ടുണ്ട്, ആ മാക്സിമിനെ ബേസ് ചെയ്യുന്ന ആ ക്വസ്റ്റ്യൻ, ആ മാക്സിമും കൂടെ നിങ്ങൾ നോക്കണം. സോ ആ മാക്സിം, കവേറ്റംറ്റർ, ഇംപ്ലൈഡ് കണ്ടീഷൻ. ആക്ച്വലി ഇംപ്ലൈഡ് കണ്ടീഷൻ പഠിക്കുമ്പോൾ തന്നെ കവേറ്റംറ്റർ കിട്ടിക്കോളും. അപ്പോൾ അത് ലെറ്റ് ദ ബയർ ബിവെയർ എന്ന് പറയുന്ന ഒരു പാര മാത്രം നോക്കിയാൽ മതി. കവേറ്റംറ്റർ ചോദിക്കാനുള്ള ചാൻസ് കൂടുതൽ, ഒരു 7 മാർക്സ് ഓർ 5 മാർക്സ് ഓർ 6 മാർക്സ് ഒക്കെ കവേറ്റംറ്റർ ചോദിക്കാനുള്ള ചാൻസ് ഭയങ്കര. അപ്പോൾ നെമോഡാറ്റ് എന്ന് പറയുന്ന ഒരു മാക്സിം വരുന്നുണ്ട്. അപ്പോൾ ആ മാക്സിമിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കണം. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിന് ഇത്രയാണ് ഞാൻ വെരി ഇമ്പോർട്ടൻറ്റ്. ബയറിൻ്റെ റൈറ്റ് നോക്കണം. എപ്പോഴും സെല്ലറിൻ്റെ റൈറ്റിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ബയറിൻ്റെ റൈറ്റിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ ദീസ് ആർ ഫ്യൂ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് വിച്ച് ഐ ഫീൽ. എല്ലാം ഒരു 1 ടൈം നോക്കുക, ഇതൊന്ന് വായിക്കുമ്പോൾ പ്രയോറിറ്റൈസ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. കമ്മിങ് ടു ദ കമ്പനീസ് ആക്ട്, എല്ലാ തവണയും അവർ നമ്മുടെ ഡെഫിനിഷനിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ ഗവൺമെൻറ് കമ്പനി, ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി കമ്പനി, സ്മോൾ കമ്പനി ആർ ദോസ് ഏരിയാസ് വിച്ച് ആൻഡ് പ്രൈവറ്റ് കമ്പനി. അതായത് പ്രൈവറ്റ് കമ്പനി ബേസ് ചെയ്യുന്ന കേസ് ബേസ് ക്വസ്റ്റൻ ഒക്കെ നമ്മൾ കുറേ ക്ലാസ് ചെയ്തിട്ടുണ്ട്, വർക്ക് ബുക്കിലും കിടപ്പുണ്ട്. അതായത് അവരൊരു ബോക്സിൽ തന്നിട്ട് കുറേ ആൾക്കാരുടെ ഡീറ്റെയിൽസ് തരും, ഇവർ 200-നകത്ത് ആഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കമ്പ്യൂട്ടേഷൻ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അതൊന്നും നിങ്ങൾ നോക്കി വെക്കണം. സോ പ്രൈവറ്റ് കമ്പനി നോക്കുക, ഗവൺമെൻറ് കമ്പനി, ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി കമ്പനി, സ്മോൾ കമ്പനി. മറ്റേത് ഇമ്പോർട്ടൻ്റ്
ഇമ്പോർട്ടൻ്റ് അല്ല എന്നൊന്നുമല്ല, ബട്ട് ദീസ് ഏരിയാസ് ദേ റിപ്പീറ്റഡ്ലി ആസ്ക്. പിന്നെ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസും കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ അൺലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ബേസ് ചെയ്യുന്ന ഒരു കേസ് ബേസ് ക്വസ്റ്റ്യൻ കിടപ്പുണ്ട് നമ്മുടെ വർക്ക് ബുക്കിനകത്ത്, അതിന് ആൻസറും കിടപ്പുണ്ട്. ഗോ ത്രൂ ദറ്റ് ക്വസ്റ്റ്യൻ. അൺലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയെ ബേസ് ചെയ്യുന്ന ഒരു കേസ് ബേസ് ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ടഫ് ആക്കുവാണെങ്കിൽ ആ ഒരു ഏരിയ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയിൽ സോ നിങ്ങളൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. കോപ്പറേറ്റീവിൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാണ്. ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ കുറേ നാളായിട്ട് ചോദിക്കാത്ത ഒരു ക്വസ്റ്റൻ ആണ് കൈൻഡ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. വെരി ഈസി ഏരിയ ആണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടോണം. കയറുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ വായിച്ചാൽ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റും, ബിക്കോസ് യു ഹവ് എൻ അക്കൗണ്ട്സ് ബേസ്. കൈൻഡ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടും. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് എല്ലാ തവണയും ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. ഡിസോണർ ഓഫ് എ ചെക്ക്, സെക്ഷൻ 138 അതിൻ്റെ പണിഷ്മെൻറ്റ്. സോ സെക്ഷൻ 138 പ്രയോറിറ്റൈസ് ചെയ്യുക. ഒരു കോമ്പൻസേഷനെ ബേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട്, ഒരു കേസ് ബേസ് ക്വസ്റ്റൻ ഉണ്ട്. ആ കോമ്പൻസേഷനെ ബേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ വായിക്കുക. പിന്നെ ഇത് പ്രോമിസറി നോട്ട് ആണോ അല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ആ ഒരു പ്രോമിസറി നോട്ടിൻ്റെ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മളെ ഫീച്ചേഴ്സ് അറിയാമെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കത് വാലിഡ് പ്രോമിസറി നോട്ട് ആണോ അല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ICAയുടെ സ്റ്റഡി മെറ്റീരിയൽ കൊടുത്ത് ഓരോ ഫീച്ചറിൻ്റെ എക്സാമ്പിൾ വായിക്കാം. അതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണത്, പണ്ട് ഇൻ്റർമീഡിയറ്റ് ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റൻ ആണ്. സോ അതുകൊണ്ട് അതിൻ്റെ എക്സാമ്പിൾ വായിക്കുക. ആ ഫീച്ചർ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അത് പ്രോമിസറി നോട്ടല്ല. സോ അതിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡിസോണർ ഓഫ് എ ചെക്ക് എന്നുള്ള ഏരിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കോമ്പൻസേഷൻ ഏരിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദെൻ കംസ് ദി പ്രോമിസറി നോട്ട് ആണോ അല്ലയോ. അതുപോലെ ദേ ക്യാൻ ആസ്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് പ്രോമിസറി നോട്ട്. ആ ഡിഫറൻസ് ബിറ്റ്വീനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ളത് വിടണം എന്നല്ല, ബട്ട് ദീസ് ഏരിയ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്തോളൂ. ഓക്കെ. Now coming to the, I completed Indian Contract Act, Sale of Goods Act, Companies Act, Negotiable Instruments Act. ഇനിയും നമ്മൾ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിനകത്തോട്ട് പോകുന്ന സമയത്ത് ജനറൽ പാർട്ട്ണർഷിപ്പും പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ട്രൂ ടെസ്റ്റ് ഓഫ് പാർട്ട്ണർഷിപ്പിനകത്ത് മ്യൂച്വൽ ഏജൻസിയെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റൻസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഒരു സിനാരിയോ നിങ്ങളോട് തന്നിട്ട് ഇത് പാർട്ട്ണർഷിപ്പ് ആണോ അല്ലയോ എന്നുള്ള ബേസിസിൽ ക്വസ്റ്റൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ഡിസൊല്യൂഷൻ ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് കുറേ തവണ ചോദിച്ചു. അതുകൊണ്ട് കോൺസിക്വൻസസ് ഓഫ് നോൺ രജിസ്ട്രേഷൻ നോക്കിക്കോളൂ. കോൺസിക്വൻസസ് ഓഫ് നോൺ രജിസ്ട്രേഷൻ. അതുപോലെ അതിനകത്ത് ബേസ് ചെയ്യുന്ന ഒരൊറ്റ ക്വസ്റ്റൻ ഉണ്ട് ഇൻ യുവർ വർക്ക് ബുക്ക് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, വിച്ച് ഐ മാർക്ക്. അതായത് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒരു സ്യൂട്ട് ഫയൽ ചെയ്തു, അപ്പോൾ അയാളുടെ പേര് രജിസ്റ്ററിനകത്ത് ഉണ്ടായിരുന്നില്ല. സോ സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ നമ്മൾ പറയത്തില്ല, സ്യൂട്ട് വിഡ്രോ ചെയ്തിട്ട് പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്ത് അയാളുടെ പേരും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പിന്നെ ഒരു ഫ്രഷ് സ്യൂട്ട് ഫയൽ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ അതിനെ ബേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ 58-ൻ്റെ അടി വരുന്നൊരു പ്രൊവിഷനാണ്. 58-ന് താഴെ ഇഫ് യു ആക്ച്വലി സി ആ ക്വസ്റ്റൻ വർക്ക് ബുക്കിൽ കിടപ്പുണ്ട്, അത് നോക്കണം. കാരണം ഒരൊറ്റ ക്വസ്റ്റൻ കിടപ്പുള്ളൂ, ഇറ്റ്സ് ബിറ്റ് ട്രിക്കി. അപ്പോൾ ക്വസ്റ്റൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ ആ ക്വസ്റ്റൻ ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതാണ്. നോ യൂണിറ്റ് 2 ഭയങ്കര വലിയ യൂണിറ്റാണ്, അതിൽ നിന്ന് എക്സ്പെൽഷനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തവണ സെക്ഷൻ 29 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 29 നോക്കണം. അതുപോലെ മൈനർ അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് നോക്കണം. ഇംപ്ലൈഡ് അതോറിറ്റി അതിനകത്ത് നിങ്ങൾ വേണമെങ്കിൽ 18, 19, 22 ഈ 3 സെക്ഷനും കൂടെ ഒന്ന് അടുപ്പിച്ച് നോക്കുന്നത് നല്ലതാണ്. റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. സോ യൂണിറ്റ് 2-ൽ നിന്ന് ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് സെക്ഷൻ 13 റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ, കസ്റ്റമറി ആണ്, അതായത് കോൺട്രാക്റ്റിനകത്ത് ഉണ്ടെങ്കിൽ കൊടുക്കണം, കോൺട്രാക്റ്റിനകത്ത് ഇല്ലെങ്കിലും കൊടുക്കണം. ഇഫ് ഇറ്റ്സ് എ കസ്റ്റമറി അതിനെ ബേസ് ചെയ്യുന്ന കേസ് ബേസ് ക്വസ്റ്റൻ. സോ സെക്ഷൻ 13 നിങ്ങൾ നോക്കിയിട്ട് പോകണം. 18, 19, 22 നോക്കണം. 29 വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ്സ് ഓഫ് എ ട്രാൻസ്ഫറി. മൈനർ അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് നോക്കിയിട്ട് പോകണം. ബാക്കിയെല്ലാം മിക്സ് ആയിട്ട് ചോദിച്ചത് കൊണ്ടാണ് ഈ ഒരു ഏരിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂണിറ്റ് 2-ൽ നിന്ന് പാർട്ട്ണർഷിപ്പ് നോക്കണം എന്ന് പറയുന്നത്. ഓക്കെ. Now coming to the LLP part, it's a very 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 small unit. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നെയിം ചോദിച്ചു, അവർക്ക് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ സജസ്റ്റഡ് ആൻസറിനകത്തും പറയുന്നുണ്ട്, ഈ MTB ഡിസ്കസ് ചെയ്തപ്പോഴും പറയുന്നുണ്ട്, വീണ്ടും ഞാൻ പറയാം. നെയിമിനെ ബേസ് ചെയ്ത് അവർക്ക് വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം. എക്സിസ്റ്റിംഗ് LLP, എക്സിസ്റ്റിംഗ് കമ്പനി, അതുപോലെ എക്സിസ്റ്റിംഗ് രജിസ്റ്റർഡ് ട്രേഡ് മാർക്കായിട്ട് സിമിലർ ആവില്ല, അല്ല ഐഡൻറ്റിക്കൽ ആവരുത് എന്ന് പറയുന്നുള്ളൂ. പക്ഷേ ഒരു എക്സിസ്റ്റിംഗ് പാർട്ട്ണർഷിപ്പായിട്ട് സിമിലർ ആയ കുഴപ്പമുണ്ടോ? ഇല്ല. സോ അങ്ങനെ ബേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ അവർക്ക് ചോദിക്കാം. അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ആയിട്ടുള്ള പ്രൊപ്രൈറ്റർ അവർ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ടൊരു ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡ് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. സോ അവർ പറയും ഒരു 5 years കഴിഞ്ഞിട്ടാണ്, ഒരു LLP സ്റ്റാർട്ട് ചെയ്തിട്ട് 5 years ആയി, 5 years കഴിഞ്ഞിട്ട് കൊണ്ടേ ആപ്ലിക്കേഷൻ കൊടുത്തു, അല്ലെ 10 years ആയി കൊണ്ടേ ആപ്ലിക്കേഷൻ കൊടുത്തു, കുഴപ്പമുണ്ടോ ഇല്ലയോ? സോ കുഴപ്പമുണ്ട്. അങ്ങനെ ബേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, ആ ക്വസ്റ്റ്യൻ ചെയ്യണം. സോ നെയിമിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ എക്സിസ്റ്റിംഗ് പാർട്ട്ണർഷിപ്പായിട്ട് സിമിലർ ആയിട്ട് വരുന്ന രീതിയിലുള്ള ബേസിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം.
അതായത് അങ്ങനെ സിമിലർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ? അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. എക്സിസ്റ്റിംഗ് പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതുപോലെ രജിസ്റ്റേർഡ് പ്രൊപ്രൈറ്ററിന് എത്ര നാളിലുള്ളതാണ് സെൻട്രൽ ഗവൺമെൻറ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്, അതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റൻ ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇറ്റ്സ് എ വെരി സ്മോൾ യൂണിറ്റ്, റൈറ്റ്? പിന്നെ അവർക്ക് ചോദിക്കാൻ പറ്റുന്ന ഇൻകോർപ്പറേഷൻ ഓഫ് LLPയുടെ പ്രൊസീജിയർ ചോദിക്കാം. കാരണം ഫീച്ചേഴ്സ് ഒക്കെ ചോദിച്ചതാണ്. അല്ലെങ്കിൽ അവരെടുത്ത് ഇഷ്ടമുള്ള ഒരു 4-5 ഫീച്ചേഴ്സ് നിങ്ങൾക്ക് തരും. പിന്നെയും ചോദിക്കാൻ ചാൻസ് ഉള്ള ഞാൻ പറയാം, ഈ പേര്, ഈ നെയിമിൻ്റെ കാര്യം അവർക്ക് ചോദിക്കാം. രജിസ്റ്റേർഡ് പ്രൊപ്രൈറ്ററിന് എത്ര നാളിനുള്ളിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. പിന്നെ ഹയർ ചാൻസസ് ബോഡി കോർപ്പറേറ്റ് ഇല്ലേ, ഈ ബോഡി കോർപ്പറേറ്റ് എന്താ നമുക്ക് അറിയണം. LLP ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ, LLP ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, കമ്പനി ഇൻ ഇന്ത്യ, കമ്പനി ഔട്ട്സൈഡ് ഇന്ത്യ, എല്ലാം ബോഡി കോർപ്പറേറ്റ് ആണ്. സോ ഇതൊരു ബോഡി കോർപ്പറേറ്റ് ആണോ അല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള രീതിയിൽ ഒരു ക്വസ്റ്റൻ ചോദിക്കാം. ആൻഡ് ദെൻ ദ ലാസ്റ്റ് കേസ് ബേസ്ഡ് ക്വസ്റ്റൻ വിച്ച് വാട്ട് വി എക്സ്പെക്ട് ദിസ് ടൈം ഇസ്, ഞാൻ ക്ലാസ്സിലെ ക്വസ്റ്റൻ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം പാർട്ട്ണർ ആവണമെങ്കിലും ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ആവണമെങ്കിലും കുറച്ച് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ആണെങ്കിലും ബോഡി കോർപ്പറേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ആണെങ്കിൽ ഇൻഡിവിജ്വൽ തന്നെ ആയിരിക്കണം. സോ നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻസ് വരും. മിസ്റ്റർ രാം, മിസ്റ്റർ ശ്യാം, ഹിസ് വൈഫ്, ആൻഡ് HUF ഡിസയേഴ്സ് ടു സ്റ്റാർട്ട് an LLP. അതിനകത്ത് ഇവർ രണ്ടുപേരും, ഒരു ബോഡി കോർപ്പറേറ്റും ഒരു ഇൻഡിവിജ്വലും, അതായത് ഒരു ബോഡി കോർപ്പറേറ്റും ഒരു ഇൻഡിവിജ്വലും പാർട്ട്ണർ ആകാൻ ശ്രമിക്കുന്നു. അതുപോലെ ഒരു ബോഡി കോർപ്പറേറ്റും ഇൻഡിവിജ്വലും ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ആകാനും ശ്രമിക്കുന്നു. ഇങ്ങനെ ഇവർക്ക് ഒരു LLP സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനത്തെ ഒരു കേസ് ബേസ് ക്വസ്റ്റൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ. ആ ക്വസ്റ്റൻ നിങ്ങൾ സോൾവ് ചെയ്യണം. സോ തവണ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഈ എക്സിസ്റ്റിംഗ് പാർട്ട്ണർഷിപ്പായിട്ട് സിമിലറായി അങ്ങനെ ബേസ് ചെയ്ത് ക്വസ്റ്റൻ ചോദിക്കാം. രജിസ്റ്റേർഡ് പ്രൊപ്രൈറ്റർ എത്ര നാളിനുള്ളാണ് സെൻട്രൽ ഗവൺമെൻറ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്, അതിനെ ബേസ് ചെയ്യുന്ന ഒരു കേസ് ബേസ് ക്വസ്റ്റൻ ചോദിക്കാം. ഇത് ബോഡി കോർപ്പറേറ്റ് ആണോ അല്ലയോ എന്നുള്ളൊരു ബേസിസിൽ ക്വസ്റ്റൻ ചോദിക്കാം. അതുപോലെ ഞാൻ പറഞ്ഞിട്ടില്ലേ, പാർട്ട്ണറിൻ്റെ ക്വാളിഫിക്കേഷൻ, ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറുടെ ക്വാളിഫിക്കേഷൻ. ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറിന് ഇൻഡിവിജ്വൽ തന്നെ ആയിരിക്കണം. സോ അതിനകത്തൊരു ബോഡി കോർപ്പറേറ്റ് ഇൻഫർമേഷൻ നിങ്ങളോട് തരും. എന്നിട്ട് ഇതിനെ വെച്ചിട്ട് നമുക്കൊരു LLP മുന്നോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ, അങ്ങനെയും ഒരു കേസ് ബേസ് ക്വസ്റ്റൻ ചോദിക്കാം. സോ ഇത് very small unit ആണ്, but prioritize these 4 types of questions once you revise. Then coming to the IRF part, കഴിഞ്ഞ പ്രാവശ്യം ടൈപ്സ് ഓഫ് ലോ ചോദിച്ചു. അതിന് മുന്നേ ദേ ഹാവ് ആസ്ഡ് സെബി, RBI, IBBI, അതായത് അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റൻ ചോദിച്ചു. സോ ഇത്തവണ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം, സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം ചോദിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പ്രോസസ് ഓഫ് മേക്കിംഗ് ലോ, അതാണ് ഇത്തവണത്തെ MTP ക്വസ്റ്റൻ. അത് രണ്ടും നിങ്ങൾ നോക്കിക്കോണം. പ്രോസസ് ഓഫ് മേക്കിംഗ് ലോ അല്ലെങ്കിൽ ദേ ക്യാൻ ആസ്ക്, കാരണം വളരെ സ്മോൾ യൂണിറ്റ്. പ്രോസസ് ഓഫ് മേക്കിംഗ് ലോ, സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം, ഇത് രണ്ടും നിങ്ങൾ ഒന്ന് നോക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് IRFനകത്ത്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് വിച്ച് യു can revise. Always remember Indian Contract Act case based questions ആണ് നോക്കുക. നമ്മൾ ക്ലാസ്സിൽ വെരി 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 ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞതൊക്കെ ആദ്യം റിവൈസ് ചെയ്യാം. നൗ ആ 3 days എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം. സോ ഐ ഹോപ്പ് കുറേ വെരി ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഞാൻ പറഞ്ഞു തന്നു. ആൻഡ് യുവർ ട്രെൻഡ് അനാലിസിസ്, സോ മെനി തിങ്സ് വി ഹവ് അഡ്രസ്. കമ്മിങ് ടു ദ നെക്സ്റ്റ് പാർട്ട്, നമുക്ക് 3 days ടെക്നിക്കലി കിട്ടുന്നുണ്ട്. ആ 3 days എങ്ങനെ റിവൈസ് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ്. അതായത് അക്കൗണ്ട്സ് എക്സാം എങ്ങനെ വേണമല്ലോ ആയിക്കോട്ടെ, ഇറ്റ് കുഡ് ബി ഡിഫിക്കൾട്ട്, ഇറ്റ് കുഡ് ബി ഈസി, എന്താണെങ്കിലും you have to write after you complete your accounts exam. That's over. Now you're not going to recheck your paper. നിങ്ങൾ തന്നെ അതിന് മാർക്ക് ഇടാൻ നിൽക്കരുത്. എനിക്ക് 5 മാർക്ക് ക്വസ്റ്റൻ ആകെ 3 മാർക്സ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് 2 മാർക്സ് കിട്ടും. യു ഡോണ്ട് ഇവാലുവേറ്റ്. ആ പേപ്പർ കഴിഞ്ഞു, യു ഗോയിങ് ഫോർ ദ നെക്സ്റ്റ് പേപ്പർ. കാരണം സ്റ്റുഡൻസ് എപ്പോഴും കാണിക്കുന്ന മിസ്റ്റേക്ക് എന്താണ്, ഫസ്റ്റ് എക്സാം ഒന്നെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് എഴുതി, അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് കാരണം വലിയ കാര്യമായിട്ട് സെക്കൻഡ് പേപ്പർ പഠിക്കണം എന്നില്ല. യു വിൽ വേസ്റ്റ് എ ലോട്ട് ഓഫ് ടൈം. ഭയങ്കര കോൺഫിഡൻസ് ആണ്, എന്തായാലും എനിക്ക് അതിനൊരു 60, 65, 70 മാർക്സ് ഉണ്ട്, അപ്പോൾ ഇതിന് ഇച്ചിരി മാർക്ക് പറഞ്ഞാലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഇഫ് ദ പേപ്പർ ഗോസ് റിയലി ബാഡ് എന്ന് പറഞ്ഞാൽ പേപ്പർ ഭയങ്കര ഡിഫിക്കൾട്ട് ആകുന്നല്ല, പേപ്പർ ചിലപ്പോൾ ഭയങ്കര ലെങ്തി ആയിരിക്കും, എത്ര ആരെങ്കിലും ഓൺ ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി കാണില്ല, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ യു വിൽ ഷോ ദ എൻറ്റയർ ഹാങ് ഓവർ ടു ദ സെക്കൻഡ് പേപ്പർ. അതായത് ഇനിയിപ്പോൾ എന്താണല്ലോ അക്കൗണ്ട്സ് പാസ്സാവില്ല, അപ്പോൾ പിന്നെ ലോയും പഠിക്കേണ്ട. വി ക്യാൻ നെവർ ഇവാലുവേറ്റ് ഹൗ ഇസ് ദ ഔട്ട്കം, എങ്ങനെയാണ് ഔട്ട്കം വരാൻ വേണ്ടി പോകുന്നത്, ഹൗ വിൽ ബി ദ ഔട്ട്കം, വി ഡോണ്ട് നോ. അപ്പോൾ നമ്മൾ അതിനെ ഒത്തിരി ജഡ്ജ്മെൻറ്റ്സ് കൊണ്ടുവരാൻ നിൽക്കേണ്ട. ആഫ്റ്റർ ദ അക്കൗണ്ട്സ് പേപ്പർ ലീവ് ഇറ്റ്, യു ഗോയിങ് ടു സ്റ്റഡി ദ നെക്സ്റ്റ് പേപ്പർ, ബിസിനസ് ലോ. അത് വൃത്തിക്ക് പഠിക്കുക. സോ ആ 3 days റിവൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്. ഫസ്റ്റ് എക്സാം കഴിഞ്ഞ് വരുന്നതെന്ന് ഓൾ വാട്ട് യു ഹാവ് ടു ഡു ഇസ്, അക്കൗണ്ട്സ് പേപ്പർ ഈസി ആയിക്കോട്ടെ ഡിഫിക്കൾട്ട് ആയിക്കോട്ടെ, വി ഹാവ് ടു റിവൈസ്. നമുക്ക് മുന്നോട്ട് എക്സാംസ് എഴുതണം. നോ വൺ ഇസ് ഗോയിങ് ടു സ്കിപ്പ് ദ എക്സാംസ്. സോ IRF എന്ന് പറയുന്ന ചാപ്റ്റർ മാത്രം റിവൈസ് ചെയ്യുക. ഓൺലി IRF ആൻഡ് നത്തിങ് എൽസ്. വേറെ ഒന്നും വായിക്കേണ്ട, ജസ്റ്റ് വായിച്ച് വിടുക. IRFനകത്ത് ഞാനിപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾ ആദ്യം വായിക്കാം. സെക്കൻഡ്, നമ്മൾ അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യു വിൽ റിവൈസ്, അതായത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ടുവേർഡ്സ് എൻഡ് ഞാൻ വെക്കുന്നത്, കാരണം അത് പിന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കണം. നെക്സ്റ്റ് യു വിൽ റിവൈസ് നെക്സ്റ്റ് ഡേ കമ്പനീസ് ആക്റ്റും LLPയും
റിവൈസ് ചെയ്യുക. കമ്പനീസ് ആക്റ്റും LLP. വെൻ ഐ സേ കമ്പനീസ് ആക്ട് LLP വൃത്തിക്ക് റിവൈസ് ചെയ്യാൻ പറയാൻ നേരത്ത് മാക്സിമം കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. മാക്സിമം കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നല്ല ടൈമുണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു 3 ക്വസ്റ്റ്യൻ എഴുതി നോക്കാൻ നോക്കുക. തീരെ പറ്റുന്നില്ല, റികളക്ട് ചെയ്യാൻ പറ്റുന്നില്ല, കീപ് റീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്ത് ചുമ്മാ തിയറി മാത്രം വായിച്ചാൽ പോരാ, യു വിൽ റീഡ് ദ തിയറി, യു വിൽ ഓൾസോ റീഡ് ദ വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻ. കാരണം ക്വസ്റ്റ്യൻ ഫെമിലിയാരിറ്റി വേണം. കാരണം ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ യു നോ ദിസ് ഇസ് ദി ആൻസർ. ഓ, ഇത് ഞാൻ ഒരിക്കൽ സോൾവ് ചെയ്തതാണ്, ഇതിനകത്ത് ഒരു ചെറിയ എലമെൻ്റ് ഉണ്ട്, അത് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, അന്ന് പറഞ്ഞിരുന്നു ഇത് ഇങ്ങനെ ചിന്തിക്കണം. ദാറ്റ് വിൽ കം. അത് പെട്ടെന്ന് നമുക്ക് കത്തും, ഓൺലി ഇഫ് യു ഹാവ് റിവൈസ്ഡ് ഇറ്റ്. സോ ചുമ്മാ തിയറി വായിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. തിയറി 1 ടൈം വായിച്ചോളൂ, ടേക്ക് യുവർ ടൈം, 2 hours എടുക്കുക, ഫുൾ തിയറി ജസ്റ്റ് വായിച്ചു വിടുക. പലരും പറയും ബ്ലാങ്ക് ആയിപ്പോൾ, ഇതൊക്കെ തോന്നലാണ്, ഒത്തിരി ഇൻഫർമേഷൻസ് ഉള്ളതുകൊണ്ട് തോന്നുന്നതാണ്. കീപ് റീ റീഡിങ് ഇറ്റ്. എന്നിട്ട് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് തന്നെ എഴുതി നോക്കാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 3-4 ക്വസ്റ്റ്യൻ എഴുതി കഴിയുമ്പോൾ കോൺഫിഡൻസ് വരും. സെയിം തിങ് യു വിൽ ഡു ഫോർ കമ്പനീസ് ആക്ട് ഓൾസോ. അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഈവനിങ് ജസ്റ്റ് ഡു 2 units ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ആ 2 units ഏതൊക്കെ ആയിരിക്കണം? ടേക്ക് വെരി സ്മോൾ യൂണിറ്റ്സ്. 1 chapter breach of contract and the second one quasi contract contingency പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ കണ്ടിജൻസി കോൺട്രാക്ട് ആ പറയുന്ന 2 യൂണിറ്റ്സ് ചെയ്യുക. സോ ഓൺ ദ സെക്കൻഡ് ഡേ യു വിൽ ഡു കമ്പനീസ് ആക്ട്, LLP, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആൻഡ് കണ്ടിജൻറ്റ് കോസി കോൺട്രാക്ട്. ആൻഡ് ദ നെക്സ്റ്റ് ഡേ നിങ്ങൾ മൊത്തം റിവൈസ് ചെയ്യേണ്ടത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ്. ഡോണ്ട് സ്റ്റാർട്ട് വിത്ത് വെരി ഡിഫിക്കൽട്ട് ടോപ്പിക്സ്, സ്റ്റാർട്ട് വിത്ത് വിച്ച് യു ഫൈൻഡ് ഇറ്റ് ടു ബി ഈസി. ഞാൻ പറയുവാണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഓൾഡ് ചാപ്റ്റേഴ്സ് എല്ലാം തീർക്കുക. സ്പെഷ്യൽ കോൺട്രാക്ട് ആയിട്ടുള്ള ഇൻഡെമിനിറ്റി ഗ്യാരണ്ടി, ബെയിൽമെൻറ്റ് ആൻഡ് പ്ലെഡ്ജ് ആൻഡ് യുവർ നമ്മുടെ ഏജൻസി, യു ക്യാൻ ഡു ഇറ്റ് ദ നെക്സ്റ്റ് ഡേ, അതായത് 3rd ഡേ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. സോ അന്ന് അപ്പാർട്ട് ഫ്രം ദാറ്റ് 3 ചാപ്റ്റേഴ്സ് ബാക്കിയല്ല. കാരണം ഓൾറെഡി നമ്മൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റും കംപ്ലീറ്റ് ചെയ്യും, തലേന്ന് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റും കംപ്ലീറ്റ് ചെയ്യും ആൻഡ് ദി കണ്ടിജൻറ്റ് കോസി കംപ്ലീറ്റ് ചെയ്യും. ബാക്കിയുള്ള യൂണിറ്റ്സ് 6 unitsോളം നിങ്ങൾ മൊത്തം ഇരുന്നിട്ട് റിവൈസ് ചെയ്യുക. അതിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും ചിലപ്പോൾ എഴുതി നോക്കണ്ട. സർട്ടൻ ക്വസ്റ്റ്യൻ, അതായത് ഓരോ ടോപ്പിക്കിൽ നിന്നും അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ വായിച്ചു പോയിരിക്കണം. അതായത് വെരി ഡിഫിക്കൾട്ട് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ, സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി എടുത്തു, അല്ലെങ്കിൽ യു ഹാവ് ടേക്കൺ ജോയിൻറ്റ് പ്രോമിസിനെ ബേസ് ചെയ്യുന്ന ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ എടുത്തു, അല്ലെങ്കിൽ നിങ്ങളത് വാലിഡ് ആണോ വോയിഡബിൾ ആണോ ഇല്ലീഗൽ ആണോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ എടുത്തു. നോ, യു നീഡ് ടു സീ അറ്റ്ലീസ്റ്റ് 1 ടൈപ്പ് ഓഫ് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഒരു ടൈപ്പ്, പല ടൈപ്സ് ക്വസ്റ്റ്യൻസ് ഇടാം, അറ്റ്ലീസ്റ്റ് ഒരു ടൈപ്പെങ്കിലും നിങ്ങൾ വായിച്ചു വിട്ട് പോകണം. ആ 6 units ആണ് നിങ്ങൾ അടുത്ത ദിവസം റിവൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പരീക്ഷയ്ക്ക് മുന്നേ അത്രയും ഡിലേഡ് ആയിട്ടല്ല നമ്മൾ റിവൈസ് ചെയ്തേക്കുന്നത്, കുറച്ച് ക്ലോസ് ടു എക്സാം തന്നെയാണ്. ആൻഡ് ദ നെക്സ്റ്റ് ഡേ യു വിൽ റിവൈസ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആൻഡ് സ്പെഷ്യൽ കോൺട്രാക്ട്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റും സ്പെഷ്യൽ കോൺട്രാക്റ്റും റിവൈസ് ചെയ്യുക. പിന്നെ വരുന്നത്, കാരണം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് എന്താ പിന്നെ ലാസ്റ്റ് വെച്ചേക്കുന്നത്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് കുട്ടികൾക്ക് എപ്പോഴും കുറച്ച് ഓർത്തെടുക്കാനായിട്ട് ഡിഫിക്കൽട്ടാണ്. സോ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് യു വിൽ റിവൈസ് ഓൺ ദ ഡേ ഓഫ് ദറ്റ് എക്സാം. ആ എക്സാമിൽ അന്ന് ജസ്റ്റ് നിങ്ങൾ വായിച്ചു വിടുക. ദിസ് ഇസ് ഹൗ യു വിൽ റിവൈസ് ദ എൻറ്റയർ തിങ്. പാർട്ട്ണർഷിപ്പ് ഇറ്റ്സ് അപ് ടു യു. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് വായിച്ചിട്ട് നിങ്ങൾക്ക് അത് റിവൈസ് ചെയ്യാം, അല്ല നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് എപ്പോൾ വേണമെങ്കിലും വായിക്കാം. ബിക്കോസ് പാർട്ട്ണർഷിപ്പ് ഇസ് എ യൂണിറ്റ്, ഇറ്റ്സ് വെരി സിമ്പിൾ, ബട്ട് പ്രിഫറബിളി ഇഫ് യു ആസ്ക് മീ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. സോ പാർട്ട്ണർഷിപ്പും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് വായിച്ചിട്ട് നിങ്ങൾ പാർട്ട്ണർഷിപ്പ് വായിച്ചാൽ മതി. സ്റ്റാർട്ട് വിത്ത് യൂണിറ്റ് 2, യൂണിറ്റ് 3 ആൻഡ് ദെൻ യൂണിറ്റ് 1. കാരണം യൂണിറ്റ് 1 ഇങ്ങനെ ഈസി യൂണിറ്റ്, വെറുതെ അതിനുവേണ്ടി കുറേ സമയം കളയണ്ട. യൂണിറ്റ് 2 വായിക്കുക, അതിനകത്ത് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഞാൻ പറഞ്ഞത് പ്രയോറിറ്റൈസ് ചെയ്യുക, പിന്നെ ബാക്കി ടോപ്പിക്സ് ജസ്റ്റ് വായിച്ചു വിടുക. ദെൻ കം ടു യൂണിറ്റ് 3 ആൻഡ് ദെൻ യൂണിറ്റ് 1. കാരണം യൂണിറ്റ് 3 യൂണിറ്റ് 1 വെരി സ്മോൾ യൂണിറ്റ്സ് ആണ്, യൂണിറ്റ് 2 ഇച്ചിരി വലുതുള്ളൂ. കീപ് ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കൊരു ദിവസം മൊത്തം കിടപ്പുണ്ടല്ലോ, അങ്ങനെ ചെയ്യരുത്. ഒരു 2 hours അങ്ങനെ ടൈം സെറ്റ് ചെയ്ത് പോവാം. എത്ര സമയം വായിക്കാൻ എടുക്കണം, ഓരോ കുട്ടിയുടെ കാലിബറും ഡിഫറെൻ്റ് ആണ്. സോ ഇത് എത്ര സമയം വായിക്കാൻ എടുക്കണം, എത്ര സമയം ക്വസ്റ്റ്യൻസ് നോക്കാൻ എടുക്കണം, എഴുതി നോക്കുന്നുണ്ടോ, എത്ര ക്വസ്റ്റ്യൻസ് എഴുതി നോക്കണം, ഓൾ ദാറ്റ്. അറ്റ്ലീസ്റ്റ് ഒരു 2-3 ക്വസ്റ്റ്യൻസ് എഴുതാൻ പറയുന്നത് ടൈം മാനേജ്മെൻറ്റിനും കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ദിസ് ഇസ് ഹൗ യു ഹാവ് ടു റിവൈസ് യുവർ റിവിഷൻ. അതല്ലാതെ ചുമ്മാ ഒന്നും പ്ലാൻ ചെയ്യാതെ പോകുമ്പം ഇത് എവിടുന്ന് തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം, ആർക്കും ഒരു ഐഡിയ ഇല്ല. സോ ദിസ് ഇസ് ഹൗ യു വിൽ റിവൈസ് ഫോർ യുവർ എക്സാം. I hope all your concerns regarding questions repeated ആകുമോ, എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും, അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, അപ്പം നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല. മാർക്ക് ഞാൻ നിങ്ങളെ കമ്പയർ ചെയ്ത് കാണിച്ചു. സെപ്റ്റംബർ 2024 മാർക്സ് ഭയങ്കര കുറവാണ്, അതുപോലെ കുറേ ക്വസ്റ്റ്യൻസും ഉണ്ട്. കമ്മിങ് ടു ജൂൺ 2024 മാർക്സ് ഭയങ്കര കൂടുതലാണ്, ക്വസ്റ്റ്യൻസ് കുറവാണ്. സോ ഇറ്റ് കുഡ് ബി എ മിക്സ്. JAN' 2025 ഇറ്റ് കുഡ് ബി എ മിക്സ്. 3 marks 4 mark ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം, സിമിലർലി ഒരു 7-6 marks ക്വസ്റ്റ്യൻസും ഉണ്ടാകും. സോ മിക്സ് ആവാനാണ് ചാൻസ് ഭയങ്കര കൂടുതൽ. സോ do very well for your exams. MTP series in your MTP 2 കൂടെ റിലീസ് ആകുവാണെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ ബി ഹാവിങ് MTP 2ൻ്റെ ഡിസ്കഷൻസും നമുക്ക് ഉണ്ടാകും.
അപ്പോൾ ഡോണ്ട് ഗെറ്റ് ടെൻസ്. ഈ ടെൻഷനാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പകുതി നമ്മൾ മറന്നു പോകാനുള്ള ദ മെയിൻ റീസൺസ്. നമ്മൾ അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കുന്നതാണ്. നിങ്ങൾ ടെൻഷൻ അടിച്ചതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ മാറാൻ പോകുന്നില്ല. യുവർ ക്വസ്റ്റ്യൻ പേപ്പർ ഇസ് ഗോയിങ് ടു ബി ദ സെയിം ഉള്ളി. ആകെ വരാൻ പോകുന്ന നമുക്കാണ് ഏറ്റവും വലിയ നഷ്ടം. നമ്മൾ പഠിച്ച സാധനങ്ങൾ നമ്മൾ ബ്ലാങ്ക് ആയിപ്പോവും. സി എന്താണെങ്കിലും ദിസ് ഇസ് ഗോയിങ് ടു ബി ദാറ്റ് എക്സാം. ജസ്റ്റ് ഗിവ് യുവർ ബെസ്റ്റ്. നിങ്ങൾ ഇത്രയും നാൾ എഫേർട്ട് ഇട്ട കുട്ടികളാണ്. യു വിൽ ഡെഫിനറ്റ്ലി പാസ്. ജസ്റ്റ് ഡോണ്ട് ഓവർ തിങ്ക് ടു മച്ച്. ഇങ്ങനെ കുറേ ഓവർ തിങ്ക് ചെയ്ത് അതെനിക്ക് ഓർമ്മ വരും, ഇതെനിക്ക് ഓർമ്മ വരും, ഇതെനിക്ക് റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ മൊത്തം ബ്ലാങ്ക് ആയി. എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കണേ? ഡോണ്ട് തിങ്ക് ടു മച്ച്. യു വിൽ ഡെഫിനറ്റ് ഒന്ന് ഭയങ്കര കാമായിട്ട് പഠിക്കാനായിട്ട് ഇരിക്കുക, റിവൈസ് ചെയ്യുക. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതും റിവിഷൻ കണ്ടതും ഒക്കെ പയ്യെ നമുക്ക് നമ്മുടെ മൈൻഡ് കാമായിട്ടിരിക്കുമ്പം പയ്യെ ബ്രെയിൻ വർക്ക് ചെയ്യും. ഇറ്റ് വിൽ ഹെൽപ്പ് അസ് ടു റിക്കളക്ട് വാട്ട് എവർ വി സ്റ്റഡീഡ്. നമ്മുടെ മൈൻഡ് കാം അല്ല, നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടിരിക്കുവാണെങ്കിൽ നമുക്കൊരിക്കലും നമ്മൾ പഠിച്ച സാധനം റിക്കളക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. സോ അതാണ് ഞാൻ നിങ്ങളോട് പറയണത്. സി വെറുതെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുവല്ല. വി ഹാവ് ടോട്ട് സോ മെനി സ്റ്റുഡൻസ്. വി നോ വാട്ട് സ്റ്റുഡൻസ് ഗോ ത്രൂ. എന്തുകൊണ്ടാണ് നിങ്ങൾ ക്ലാസ്സിൽ നന്നായിട്ട് ചെയ്തൊരു കുട്ടി എക്സാമിനെ കൊണ്ട് കുളവാക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണ്? അവർ ആ സമയത്ത് അനാവശ്യമായിട്ട് ടെൻഷൻ എടുത്തുകൊണ്ടാണ്. സോ അതുകൊണ്ടാണ് പറയുന്നത് വി ഓൾ ആർ ഹിയർ ടു ഹെൽപ്പ് യു, ടു ഗൈഡ് യു ഫോർ യുവർ എക്സാംസ്. നമ്മൾ ഇടുന്നത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റുമോ, നിങ്ങൾ പാസ്സാവണം എന്നുള്ള ഇൻറ്റൻഷനിൽ തന്നെയാണ് നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. സോ ഡോണ്ട് വറി, ഡോണ്ട് ഗെറ്റ് ടെൻസ്ഡ്. എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് മറന്നുപോയാൽ പാനിക് ആകാതെ സമാധാനമായിട്ട് യൂട്യൂബ് എടുക്കുക. നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ കുറേ മാരത്തോൺ വീഡിയോസ്, നോട്ട് ഓൺലി ഫോർ ലോ, ഫോർ ഓൾ സബ്ജക്ട്സ് ഇറ്റ്സ് ദെയർ. ജസ്റ്റ് റീഡ് ഇറ്റ്, യു വിൽ ഡെഫിനറ്റ്ലി റിക്കളക്ട് എവറിത്തിങ്. ഓക്കെ, ഐ ഹോപ്പ് ദ വീഡിയോ വാസ് ഹെൽപ്ഫുൾ. All the very best. Do well for your exams. Okay? Thank you.